ഗ്യാസ് ലീക്ക് ചെയ്യുമ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോഡ്. ഗ്യാസ് ഇല്ലാത്ത വീടുകൾ ഇന്ന് ഇല്ലെന്നു തന്നെ പറയുന്നതാവും ശരി. LPG സിലിണ്ടറുകൾ അത്രത്തോളം നമ്മുടെ അകത്തളങ്ങളിൽ ഇടം നേടിയിട്ടുണ്ട്. പെട്ടെന്ന് ഭക്ഷണം പാകം ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് തന്നെയാണ് അധികം പേരും ഗ്യാസ് സിലിണ്ടറുകളെ ആശ്രയിക്കുന്നത്. എന്നാൽ പാചകം എളുപ്പമാക്കുന്നത് പോലെയല്ല, ഇതിന് റിസ്ക് അല്പം കൂടുതലാണ്. LPG സിലിണ്ടറുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിച്ചില്ലെങ്കിൽ പണി കിട്ടും. വലിയ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഇതിന് ഏറെയാണ്. ജീവൻ വരെ നഷ്ടമാവാം. അതിൽ തന്നെ ഗ്യാസ് ലീക്കേജ് ആണ് അപകടമുണ്ടാക്കുന്നതിൽ മുൻപിൽ. ഗ്യാസ് ലീക്ക് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. ഗ്യാസ് ലീക്ക് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പെട്ടെന്ന് തന്നെ സിലിണ്ടറിന്റെ റെഗുലേറ്റർ ഓഫ് ചെയ്യുക. എന്നിട്ട് നന്നായി മൂടി വെക്കുക. സിലിണ്ടർ വച്ചിരിക്കുന്ന സ്ഥലത്തെ ജനലുകളും വാതിലുകളും ഒക്കെ തുറന്നിടുകയും വേണം. വായുസഞ്ചാരം ഉണ്ടാകുമ്പോൾ ഇത് വ്യാപിക്കുന്നത് കുറയുന്നതാണ്. ഗ്യാസ് ലീക്ക് ഉണ്ടാവുമ്പോൾ തീ പടർന്നു പിടിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ തീപ്പെട്ടിയോ മറ്റോ പോലുള്ളവ അതിനടുത്ത് നിന്ന് മാറ്റി വെക്കേണ്ടതാണ്. അതുപോലെ ഇലക്ട്രിക് ഉപകരണങ്ങളും ഉപയോഗിക്കാൻ പാടില്ല. സ്വിച്ചുകളൊന്നും ഇടാനും പാടില്ല. പവർ സപ്ലൈ പൂർണ്ണമായും വിച്ഛേദിക്കുന്നതായിരിക്കും നല്ലത്. നനഞ്ഞ നല്ല കട്ടിയുള്ള തുണി കൊണ്ട് സിലിണ്ടർ മൂടി വെക്കാം. ലീക്ക് ചെയ്ത സിലിണ്ടറിന്റെ കേടുപാടുകൾ എന്തൊക്കെയാണെന്ന് സ്വയം പരിശോധിക്കരുത്. ഇവ പരിശീലനം ലഭിച്ചവരുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രം ചെയ്യുക. മുൻകരുതലുകൾ എടുത്ത ശേഷം LPG ഡീലറെ വിളിച്ച് ഉടനെ വിവരം അറിയിക്കുകയും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക. ശ്രദ്ധിക്കാൻ: സിലിണ്ടറുകൾ വായുസഞ്ചാരമുള്ള സ്ഥലത്ത് വയ്ക്കാം. സിലിണ്ടറിൽ ഘടിപ്പിച്ച ട്യൂബ് കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ച് പ്രശ്നങ്ങളില്ലെന്ന് ഉറപ്പുവരുത്താം. ഗ്യാസ് കണ്ണിലേക്ക് നേരിട്ട് ഏൽക്കാതെ ശ്രദ്ധിക്കുക. അധികമായി ചൂടില്ലാത്ത സ്ഥലങ്ങളിൽ മാത്രം ഗ്യാസ് സിലിണ്ടർ വയ്ക്കുക. ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട്. കൂടുതൽ വീഡിയോകൾ കാണുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക.